എല്ലാവർക്കും നമസ്കാരം. എന്താണ് ജീവിതം അല്ലേ? എന്താണ് ജീവിതം? ഇപ്പോൾ എല്ലാവരും ചിന്തിക്കുവാണ്. ഞാൻ കുറച്ച് വലിയ കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു തരാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ജീവിതത്തെ നമ്മൾ എങ്ങനെയാണ് നോക്കിക്കാണേണ്ടത്, അതിനെക്കുറിച്ചാണ്. ജീവിതം എന്ന് പറയുന്ന വലിയൊരു ബാലികേറാമലയായിട്ടാണ് പലർക്കും തോന്നുന്നത്. അതിന് ഒരറ്റത്ത് നിന്ന് തുടങ്ങി മറ്റൊരറ്റത്ത് അവസാനിക്കുകയാണ്. തുടങ്ങിയത് എവിടെയാണെന്ന് നമുക്കൊരു പക്ഷേ അറിയാം, പക്ഷേ എവിടെ അവസാനിക്കുമെന്ന് നമുക്ക് ആർക്കും അറിയാൻ പറ്റാത്തൊരു കാര്യമാണ്. അതിന് മാത്രം ഇന്ന് വരെ ആരും ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല, ഇത് എപ്പോൾ അവസാനിക്കും എന്നുള്ള കാര്യത്തിൽ. അത് ഓർക്കാപ്പുറത്താണ്. അപ്പോൾ ഈ കിട്ടുന്ന ഈ നല്ല നല്ല ജീവിതത്തിൽ നമുക്ക് സന്തോഷപ്രദമായിട്ട് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ എങ്ങനെ കഴിയും, അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ജീവിതം എന്ന് പറയുന്നത് ഒരു വണ്ടിയാണെന്ന് വിചാരിക്കുക, അതിലെ ഡ്രൈവറാണ് മനസ്സെന്ന് പറയുന്നത്. അപ്പം നമ്മുടെ മനസ്സെങ്ങനെയാണോ അതനുസരിച്ചാണ് നമ്മുടെ ലൈഫ് മുന്നോട്ട് പോകുന്നത്. അത് ഏത് രീതിയിൽ പോകണമെന്ന് നമ്മളാണ് ചിന്തിക്കേണ്ടത്. നമ്മുടെ മനസ്സിനെ നമ്മൾ പാകപ്പെടുത്തുന്നതനുസരിച്ചിരിക്കണം. ഈ ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ നമ്മൾ പലയിടത്തോടും നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് വേണ്ടാത്ത സ്ഥലത്തേക്ക് നമ്മൾ നോക്കിപ്പോയാൽ, അല്ലെങ്കിൽ നമ്മൾ ഉറങ്ങിപ്പോയാൽ, അല്ലെങ്കിൽ നമ്മൾ അനാസ്ഥ കാണിച്ചാൽ അതിനെല്ലാം അപകടം സംഭവിക്കും. അപ്പോൾ ഇതൊന്നും സംഭവിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ ജാഗ്രതയോടെ വേണം ഡ്രൈവ് ചെയ്യാൻ. അപ്പോൾ ഈ ജാഗ്രത കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സ് എപ്പോഴും നല്ല മൈൻഡ് എപ്പോഴും സന്തോഷഭരിതമായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് സന്തോഷത്തോടെ അല്ലെങ്കിൽ ഏതൊരു കാര്യത്തിലും കൃത്യനിഷ്ഠയോടെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിനിപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അതിന് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ നേർരേഖയിലൂടെ തന്നെ സഞ്ചരിക്കുക. നേർരേഖയുടെ എന്ന് പറഞ്ഞാൽ ഒരു റോഡിന് വളവുണ്ടെങ്കിൽ നമ്മൾ നേരെ പോയാൽ കൊക്കെ വീഴുകയില്ലെന്നായിരിക്കും ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത്. അതല്ല പറഞ്ഞത്. നമ്മൾ നേർരേഖ, നമ്മളെപ്പോഴും സത്യത്തിൻ്റെ പാതയിലൂടെ സഞ്ചരിക്കുക. ഇത് പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വന്നത്. ഒരു കഴുതയും കൊണ്ട് ഒരു കഴുതക്കാരനിങ്ങനെ യാത്ര ചെയ്ത് പോവുകയാണ്. അപ്പോൾ ഈ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ കഴുതയുടെ പുറത്ത് കുറേ തുണിക്കെട്ടുകൾ ഇയാൾ വെച്ചിട്ടുണ്ട്, കുറച്ച് ഭാരം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കുറേ നടന്നു പോയപ്പോഴത്തേക്കും കുറച്ച് ആൾക്കാർ നോക്കി പറഞ്ഞു, എന്തൊരു പൊട്ടനാണ് ഇയാൾ. ആ കഴുതയുടെ പുറത്ത്, ആ പാവം കഴുതയുടെ പുറത്ത് ഈ ഭാരമെല്ലാം ചുമന്നുകൊണ്ട് ഇയാൾ ചുമ്മാ നടക്കുന്ന കണ്ടില്ലേ. ഉടനെ ഇയാൾ ഓർത്ത്, ശരിയാണല്ലോ, കഴുത പാവം എന്ന് വെച്ചാൽ ഇയാൾ ആ തുണിക്കെട്ട് ആ ഭാരം എടുത്ത് അയാളുടെ തലയെ വെച്ചുകൊണ്ട് നടന്ന് കുറച്ചുകൂടെ മുന്നോട്ട് പോയപ്പോഴത്തേനും വേറൊരുത്തൻ പറഞ്ഞു, എന്തൊരു വിഡ്ഢിത്തരമാണ് ഈ കാണിക്കുന്നത്, ഇയാളെപ്പോലെ ഒരു പമ്പര വിഡ്ഢി. അയാൾ കണ്ടില്ല, ഈ കഴുതയെ വളർത്തിക്കൊണ്ട് പോയിരുന്നേ, ഇയാൾ ആ ഭാരം ചുമക്കാൻ വേണ്ടിയല്ലേ കഴുതയെ വെച്ചുകൊണ്ട് വളർത്തുന്നത്. എന്നിട്ട് ഇയാൾ എന്തിനാണ് ഈ ഭാരം ചുമന്നുകൊണ്ട് പോകുന്നത്? ഇയാൾക്ക് ആ കഴുതപ്പുറത്ത് കയറി ആ ഭാരം അതിൽ വെച്ച് സഞ്ചരിക്കാമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഇയാൾ പറഞ്ഞു, അത് ശരിയാണല്ലോ, അങ്ങനെ വരപ്പോൾ അത് ശരിയാണ്. ഇയാൾ അതിൻ്റെ പുറത്ത് കയറി കഴുതപ്പുറത്ത് കയറി അങ്ങ് പോയി. കുറച്ച് ദൂരം പോയി കഴിഞ്ഞപ്പം കുറച്ച് ആൾക്കാർ പറഞ്ഞു, ആ പാവം കഴുതയുടെ മണ്ടയിലുണ്ട്, ഇയാൾക്ക് നല്ല ആരോഗ്യമുണ്ട്, അയാളും കൂടെ കയറി ആ കഴുതയുടെ മണ്ടയ്ക്ക് കയറിയിരിക്കേണ്ട വല്ല കാര്യമുണ്ടോ, ഇയാൾക്ക് നടന്നാൽ പോരെ, ആ ഭാരം ആ കഴുത ചുമന്നോളൂല്ലോ. ഇങ്ങനെ പറഞ്ഞപ്പോൾ അയാൾ അത് ശരിയാണല്ലോ, എനിക്ക് ആരോഗ്യമുണ്ട്, എനിക്ക് നടക്കാം, കഴുത ഇത് വെക്കട്ടെ എന്ന് പറഞ്ഞ പോലാണ് നമ്മൾ എന്ത് കാണിച്ചാലും അതിന് പല രീതി വിമർശിക്കാൻ ആൾക്കാരുണ്ടാകും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അത് നോക്കാനോ അത് ശ്രദ്ധിക്കാനോ പോകണ്ട. കഴുതയുടെ ഡ്യൂട്ടി എന്ന് പറയുന്ന ഭാരം ചുമക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ഡ്യൂട്ടി അത് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം പലരും പല രീതിയിലാണ് ഓരോ കാര്യങ്ങളെ നോക്കിക്കാണുന്നത്. അപ്പം നമ്മൾ അവരെ അവരുടെ വഴിക്ക് വിടുക. നമ്മൾ സത്യം എന്താണോ ശരി എന്താണോ അതിൻ്റെ കൂടെ മാത്രം നമ്മൾ നിന്ന് മുന്നോട്ട് പോകുമ്പോൾ ജീവിതം പകുതി വിജയിച്ചു നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ മത്സര ഓട്ടമാണ് ജീവിതം എന്ന് പറയുന്നൊരു മത്സര ഓട്ടമാണ്. എനിക്കത് വെട്ടിപ്പിടിക്കണം, അത് വേണം, ഇത് വേണം, ഇങ്ങനെയുള്ള ഓട്ടത്തിനിടയിൽ നമുക്കൊന്നും കിട്ടാതെ പോകുന്ന സംഭവങ്ങളുണ്ട്. ഇപ്പോൾ ഒരു പ്രഭാഷകൻ ഒരു 50 പേരുള്ള ഒരു ഹാളിൽ നിന്ന് പ്രഭാഷണം പറയുകയാണ്. അപ്പോൾ ഈ 50 പേര് പെട്ടെന്ന് അയാൾ പ്രഭാഷണം നിർത്തിയിട്ട് ഓരോ ബലൂൺ വീർപ്പിച്ച് എല്ലാവരുടെയും കൈ കൊടുത്തിട്ട് നിങ്ങളെല്ലാവരും ഇതിൽ നിങ്ങളുടെ പേരെഴുതിയിടാൻ പറഞ്ഞു. എല്ലാവരും അതേ പേരെഴുതിയിട്ടിട്ട് ആ പ്രഭാഷകൻ കൊണ്ടുവന്ന് അത് റൂമിലിട്ട് പറഞ്ഞു, നിങ്ങളുടെ പേരെഴുതി നിങ്ങൾ എടുത്തിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ ഇവരെല്ലാവരും കൂടെ ഓടി ആ റൂമിനകത്തോട്ട് പോയി മറിച്ചിട്ട് തട്ടി വീണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി. ആർക്കും ഒന്നും കിട്ടിയില്ല. കുറേ ബലൂൺ പൊട്ടിപ്പോയി. ഒറ്റ ബലൂൺ പോലും ആർക്കും കിട്ടിയാൽ അവർ തിരിച്ചു വന്നപ്പോൾ ആർക്കും ഒന്നും കിട്ടിയില്ലല്ലേ എന്ന് ചോദിച്ചു. വീണ്ടും അതുപോലെ ബലൂൺ വീർപ്പിച്ചു എല്ലാവരുടെയും കൈ കൊടുത്ത് പേര് എഴുതിയിട്ട് വേണം ആ റൂമിൽ കൊണ്ടിടുക. എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ കൈ കിട്ടുന്നത് ആരുടെ പേരാണോ ആ പേര് വിളിച്ച് ആ ആൾക്ക് കൊടുക്കുക. അപ്പോൾ ഈ ഓരോരുത്തരും അവരവരുടെ കിട്ടിയ ആ ബലൂൺ എടുത്ത് ഓരോരുത്തർക്കും കൊടുത്തു. ഒരു 10 മിനിറ്റ് കൊണ്ട് കാര്യം നടന്ന് എല്ലാവർക്കും അതാത് സ്ഥാനത്ത് വന്നിരിക്കുകയും ചെയ്തു. ഇതുപോലെയാണ് നമ്മുടെ ജീവിതം. നമ്മളെല്ലാം നമുക്ക് വേണം, നമ്മളായിരിക്കണം മുമ്പിൽ, നമ്മളായിരിക്കണം നമ്പർ 1 എന്നിങ്ങനെയുള്ള ചിന്തയോടുകൂടി നമ്മൾ ഓടിക്കഴിയുമ്പോഴാണ് നമ്മൾ മറ്റുള്ളവരെ കാണാതെ പോകുന്നത്, അവരെ ചവിട്ടി വീഴ്ത്താൻ നോക്കുന്നത്. അങ്ങനെയുള്ളതല്ലാതെ നമ്മളെല്ലാവരും ഷെയർ ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും സന്തോഷത്തോടെ പോവുകയാണെങ്കിൽ ജീവിതം ബാക്കിയും കൂടെ ഹാപ്പി. അതുപോലെ ഓരോരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴും മറ്റുള്ളവരെയും കൂടെ പരിഗണിക്കുക.
അതാണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നമ്മളെപ്പോഴും ചിന്തിക്കുന്ന മറ്റുള്ളവരുടെ വാക്കുകളിൽ ജീവിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. നമ്മുടെ ഉള്ളിലുള്ള കഴിവ്, നമ്മുടെ ഉള്ളിലുള്ള ശക്തി ഒന്നും നമ്മൾ തിരിച്ചറിയാതെ എന്ത് പറയുന്നു അതിൽ കേട്ട് നമ്മൾ വിശ്വസിക്കുക. ചിലരിപ്പോൾ ഇപ്പം ഞാൻ തന്നെ ഒരു പ്രഭാഷണം എവിടെയെങ്കിലും നടത്തുന്നുണ്ട്, പലരും പറയും ഹായ് അത് നല്ല സൂപ്പറായിരുന്നു. കുറച്ച് പേര് പറയും അതിനകത്ത് ഇന്ന മിസ്റ്റേക്കുകളുണ്ടായിരുന്നു. അപ്പോൾ ഈ സൂപ്പർ എന്ന് പറയുന്നത് അവരെന്നെ പിണക്കാൻ കഴിയില്ല, എന്നോടുള്ള ഇഷ്ടം കൊണ്ട് പറയുന്നത്. അപ്പോൾ അതിനകത്ത് മിസ്റ്റേക്ക് ചൂണ്ടിക്കാണിക്കുമ്പോൾ അവരെന്താ ചെയ്യുന്നത്? അവർക്ക് എന്നോടുള്ള ആത്മാർത്ഥതയുണ്ട്, അവർക്ക് എന്നോടുള്ള സ്നേഹമുണ്ട്, അതുകൊണ്ടാണ് ഇത് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും ഞാൻ ഒരേ മനസ്സോടെ എടുക്കാനുള്ള ഒരു കഴിവ് എനിക്കില്ലെങ്കിൽ ഞാൻ ഇങ്ങനെയുള്ള പരിപാടിക്ക് പോകാതിരിക്കുക, അതാണ് വേണ്ടത്. അപ്പോൾ നമ്മളെന്താ ചെയ്യും? നിരൂപണം പറയുന്നവരെ നമ്മൾ വെറുക്കുകയും പുകഴ്ത്തുന്നവരെ നമ്മൾ ചേർത്ത് നിർത്തുകയും ചെയ്യുമ്പോൾ നമ്മളാണ് അവിടെ തളർന്നു പോകുന്നത്. അപ്പം അത് എന്തുകൊണ്ട് നമ്മൾ തളർന്നു പോകുന്നു എന്ന് ചോദിച്ചാൽ നമ്മുടെ ഉള്ളിലുള്ള ശക്തി നമ്മൾ തിരിച്ചറിയുന്നില്ല. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിനകത്ത് മിസ്റ്റേക്ക് ഉണ്ടെന്നോ അല്ലെങ്കിൽ അത് ഉറപ്പുള്ള നല്ലതാണെന്ന് നമുക്ക് ഒരേപോലെ കാണും. ഒന്നും പൂർണ്ണമായിട്ടില്ല. ലോകത്തൊരു പൂ വിരിയുന്ന പോലും പൂർണ്ണതയോടെ അല്ല, എല്ലാത്തിലും മിസ്റ്റേക്കുണ്ട്, കുറവുകളുണ്ട്. കുറവുകളില്ലാത്ത ഒന്നും ഈ ഭൂമിയിലില്ല. അപ്പം നമ്മളെന്താ ചിന്തിക്കേണ്ടത്? നമ്മുടെ കയ്യിലും കുറവുകളുണ്ട്. ആ കുറവിനെയും നമ്മുടെ ഉള്ളിലുള്ള ആ നന്മകളെയും നമ്മുടെ ഉള്ളിലുള്ള ആ ശക്തികളെയും എല്ലാം നമ്മൾ തിരിച്ചറിഞ്ഞ് നമ്മൾ പാകപ്പെടുത്തി നമ്മുടെ മൈൻഡിനെ വെക്കും. അപ്പം നമുക്കൊന്നിലും നമുക്കൊരു വിഷമവും തോന്നത്തില്ല, പ്രയാസവും തോന്നത്തില്ല. ആരെന്ത് പറഞ്ഞാലും നോ പ്രോബ്ലം, നമുക്ക് എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റും. അതുകൊണ്ട് ഈ ചെറിയ വലിയ കാര്യങ്ങൾ ഇത്രയും പറഞ്ഞുകൊണ്ട് തൽക്കാലം മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ ബൈ. നിങ്ങളുടെ സ്വന്തം മായ സുരേഷ്. ബൈ, സീ യു.